ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ്. ഞാനും മാമായുടെ ഫാമിലിയും അതുപോലെ തന്നെ മാമായുടെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയാണ് ഈ ട്രിപ്പിലുള്ളത്. അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മൂന്നാർ ടൗണിലെത്തിയിട്ടുണ്ടായിരുന്നു. പലതവണ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വലിയ ആളുകൾക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ബസ് സർവീസ് ഉണ്ട്. ഏകദേശം ഇരവികുളം നാഷണൽ പാർക്കിലേക്ക്, അതായത് മെയിൻ കവാടത്തിൽ നിന്നും നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. അത് ഇൻക്ലൂഡിങ് ടിക്കറ്റിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് ഒരു ഓഫ് റോഡ് ട്രിപ്പാണ്. വേറെ വാഹനങ്ങളൊന്നും ഇതിലൂടെ കയറ്റിപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ ഇവിടെ അത്യാവശ്യം നടന്ന് കയറാനുള്ള ഒരു സ്ഥലമാണ്. കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി വൈബടിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചും ഈ ഒരു ബസ് സർവീസ് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടാക്കും. ഈ ഒരു റോഡിലൂടെ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബൈസൺ വാലിയിലേക്കാണ്. ബൈസൺ വാലി പോയത് ഗ്യാപ്പ് റോഡ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല അടിപൊളി മഴയും പെയ്തത്. പിന്നെ പറയണ്ടല്ലോ, നല്ലപോലെ ഡ്രൈവിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് പോയതെന്ന് വെച്ചാൽ മാമയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്, ബൈസൺ വാലിയിലേക്ക്. അവിടെ നമുക്ക് നല്ല അടിപൊളി ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഹൻസലിയേട്ടൻ. പുള്ളിക്കാരൻ എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഗ്രില്ലൊക്കെ അടിച്ച് നല്ല അടിപൊളി ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.